പുത്തുമല ദുരന്തബാധിതരുടെ വീടുകൾ എവിടെയെന്ന ലീഗ് നേതാവ് പി.കെ. ഫിറോസിന്റെ ചോദ്യത്തിന് പുത്തക്കൊല്ലിയിലെ വീടുകൾ ഉത്തരം പറയും. അവിടെ കഴിയുന്ന നാട്ടുകാരും. പുത്തുമലയിലെ ലീഗ് പ്രഖ്യാപിച്ച വീട് എവിടെയെന്ന ചോദ്യത്തിന് ഇനി ലീഗ് തന്നെ മറുപടി പറയേണ്ടി വരും. പുത്തുമല ദുരന്തത്തിലെ വീടുകൾ എവിടെയെന്ന ലീഗ് നേതാവ് പി.കെ. ഫിറോസിന്റെ ചോദ്യത്തിന് ഇവിടെ പൂതക്കൊല്ലിയിലുള്ള ദുരന്തബാധിതർ ഉത്തരം നൽകും. വെള്ളവും വൈദ്യുതിയും റോഡുമെല്ലാമായി എല്ലാ സൗകര്യങ്ങളോടും കൂടി 56 വീടുകൾ. 5 വർഷമായി. ജീവിതമൊക്കെ ഉഷാറാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം കിട്ടിയില്ല നല്ലത്. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഒറ്റപ്പെട്ടിട്ടൊക്കെ ഞങ്ങളായി പോയില്ലേ. അത് ഭയങ്കര സന്തോഷം ഉണ്ടാവും. സ്ഥലം കിട്ടിയില്ലേ. അന്ന് അവിടെ എല്ലാം ഇല്ലാതായി പോയതാണ്. റോഡൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എല്ലാ വീട്ടിലും റോഡും സ്റ്റെപ്പും പിന്നെ എല്ലാം കിട്ടി. ഞങ്ങൾക്ക് റോഡ് നല്ല ക്ലിയറായി കിട്ടി. ഇളമരം കരീമിക്കാൻ്റെ സഹായം കൊണ്ട് അയാളെ ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ഞങ്ങൾക്ക് റോഡൊക്കെ ഉണ്ടാക്കി തന്നു. അതിന് ഭയങ്കര സന്തോഷം. ഒരാളെ മുറ്റത്ത് കൂടി ഞങ്ങൾക്ക് വഴി നടക്കണ്ട. കറണ്ടും വെള്ളത്തിന് കുറച്ച് പ്രയാസമാണ്. എന്നാലും ഇങ്ങനെയൊക്കെ ആയി കിട്ടി. സന്തോഷമായി. പുത്തുമല ദുരന്തമുണ്ടായിട്ട് 6 വർഷം തികയാൻ പോവുകയാണ്. അടുത്ത ആഗസ്റ്റ് 8-നാണ് 6ാമത്തെ വർഷം പൂർത്തിയാവുന്നത്. അന്ന് 102 പേരാണ് ദുരന്തബാധിതരായി സർക്കാർ ലിസ്റ്റിൽ വന്നത്. അവർക്കെല്ലാം തന്നെ ഇന്ന് വീടുകളുണ്ട്. പൂതക്കൊല്ലിയിലെ ആ വീടുകൾക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 2019 ആഗസ്റ്റ് 8-ന് പുത്തുമല ദുരന്തം. 17 പേർ മരിച്ചു. 350 പേരെയാണ് പഞ്ചായത്ത് ഭരണകൂടം ദുരന്തത്തിൻ്റെ തലേ ദിവസം പെയ്ത മഴ കണ്ട് മാറ്റിപ്പാർപ്പിച്ചത്. 60 വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ലിസ്റ്റിൽ ഉൾപ്പെട്ട 103 പേരെയാണ് പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ ഹർഷം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാറ്റിപ്പാർപ്പിച്ചത്. സ്പോൺസർമാരാണ് വീടുകൾ നൽകിയത്. ശ്രേയാംസ് കുമാർ 7 ഏക്കർ ഭൂമി നൽകി. പീപ്പിൾ ഫൗണ്ടേഷൻ 10 വീടുകളും SYS 10 വീടുകളും തണൽ 5 വീടുകളും ആക്ടോൺ 5 വീടുകളും HRPM 5 വീടുകളും നിർമ്മിച്ചു നൽകി. ബാക്കിയുള്ള വീടുകൾ മലബാർ ഗോൾഡാണ് നിർമ്മിച്ചു നൽകിയത്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപയും നൽകി. 43 പേർ സർക്കാരിൻ്റെ 10 ലക്ഷം രൂപ വാങ്ങി പുറത്ത് സ്വന്തമായും സ്പോൺസർഷിപ്പിലും വീടുകളുണ്ടാക്കി. അടിയന്തര ധനസഹായമായി 10,000 രൂപയും നൽകി. എല്ലാറ്റിനും ചുക്കാൻ പിടിച്ചത് ജില്ലാ കലക്ടർ അദീല അബ്ദുള്ളയും CK ശശീന്ദ്രൻ MLAയും പഞ്ചായത്ത് പ്രസിഡന്റ് സഹദുമായിരുന്നു. വീടുകളിൽ ചിലതിൽ ഇപ്പോൾ ചോർച്ച വന്നിട്ടുണ്ട്. അന്നത്തെ സ്പോൺസർമാർ പലരും ഇപ്പോഴും പരിഹരിക്കാമെന്ന് വീട്ടുകാർക്ക് വാക്കും നൽകിയിട്ടുണ്ട്. ആദ്യമായി കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ക്യാമ്പിലേക്കും പിന്നീട് ഈ വാടക വീട്ടിലേക്കും ഞങ്ങൾ മാറുകയുണ്ടായിട്ടുണ്ട്. 6 മാസക്കാലം ഞങ്ങൾക്ക് അന്നത്തെ പഞ്ചായത്ത് ഞങ്ങളുടെ വാടക തന്നിരുന്നു. അതിന് ശേഷം ഞങ്ങൾക്ക് വീട് കെട്ടുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളും നോക്കി. അതിൽ നല്ല അനുയോജ്യമായ സ്ഥലമാണ് ഈ പൂത്തക്കൊല്ലിയിൽ കണ്ടെത്തിയത്. ഈ സ്ഥലം മാതൃഭൂമി ട്രസ്റ്റ്, അതായത് നമ്മുടെ ശ്രേയാംസ് കുമാറാണ് ഈ സ്ഥലം നമുക്ക് എടുത്തു തന്നത്. എടുത്തു തന്നതിന് ശേഷം തന്നെ ധൃതിഗതിയിൽ തന്നെ ഈ വീടിൻ്റെ പണികളെല്ലാം ആരംഭിച്ചു. അന്ന് ഞങ്ങൾക്കൊരു വീടായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം. പക്ഷേ ആ ദുരന്തഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുന്നിൽ ലീഗ് വീടുകൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ആ വീടുകൾ എവിടെ എന്ന ചോദ്യത്തിന് ലീഗ് നേതാക്കൾ മറുപടി പറയേണ്ടി വരും. പുത്തുമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിച്ച ഈ സ്ഥലം ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. ജലസൗകര്യവും അങ്ങനെ വൈദ്യുതി കണക്ഷൻ കഴിഞ്ഞ 5 വർഷമായി ഇവിടെ ഭരിക്കുന്നത് UDF ഭരണകൂടമാണ്. അവർ അതിനുശേഷം എന്താണ് ഈ പുത്തുമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തത് എന്ന ചോദ്യത്തിന് മാത്രമാണ് ഉത്തരം ലഭ്യമല്ലാത്തത്. പൂതക്കൊല്ലിയിൽ നിന്നും ക്യാമറമാൻ KP അനീഷിനൊപ്പം PV ജോഷില.